കോഴിക്കോട് തൊട്ടിൽ പാലത്തെ ഓടേരിപ്പൊയിൽ എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ ഉണ്ടാക്കിയ വലിയൊരു അപകടമാണിത്. അതായത് ആ നിൽക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ മതിലും ആ വീടിന്റെ മുറ്റവും പൂർണ്ണമായും താഴേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ദൃശ്യം. ആ വീട്ടിൽ ഒരാൾ മാത്രമാണ്, ശോഭ എന്നാണ് ആ വീട്ടുടമസ്ഥയുടെ പേര്. അവർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഒരു ചെറിയ വിള്ളൽ പോലെ കാണാൻ തുടങ്ങിയത് ഞാൻ പിന്നെയും പോയി നോക്കി, കല്ല് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത്, പുറത്തേക്ക് പോകുന്നുണ്ടോ തള്ളുന്നുണ്ടോ അതില്ല. അന്നേരം കാല് വേക്കോട്ട് വെച്ച് അന്നേരം എനിക്ക് തോന്നിയ മണ്ണ് താഴ്ന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് കയറിയതേ ഉള്ളൂ, എല്ലാം കൂടി പൊളിഞ്ഞ് താഴോട്ട് പോയി. മതില് മാത്രമല്ല, പക്ഷെ മുറ്റം ഉണ്ടായിരുന്നു വീടിന്. മുറ്റുണ്ടായിരുന്നു, മുറ്റടക്കം പോയി. മാറി താമസിക്കാൻ മറ്റു സ്ഥലങ്ങളുമല്ലോ ഇല്ല, വേറെ സ്ഥലമൊന്നുമില്ല. ഇത് തന്നെ എനിക്ക് ലൈഫിന്റെ വീടും കിട്ടി. പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ എൻ്റെ മോന് പണിയുണ്ടായിരുന്നു, അവൻ അവിടെ വെച്ച് മരണപ്പെട്ട് അങ്ങനെ അവർ വെച്ച് തന്ന വീടാ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തൊട്ടിൽ പാലത്തെ കാര്യമുണ്ട എന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു വീടിന്റെ മുറ്റം പൂർണ്ണമായും തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ സമാന ദൃശ്യം ഓടേരിപ്പൊയിൽ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഈ വീടിന്റെ മുറ്റം മുകൾ ഭാഗത്താണ് ഈ വീടുള്ളത്, ഉയർത്തിക്കെട്ടിയ സ്ഥലമാണ്. ആ വീടിന്റെ മുറ്റം പൂർണ്ണമായും താഴേക്ക് മണ്ണൊന്നാകെ പതിച്ചിരിക്കുന്നു. എന്നാൽ ആ മണ്ണ് പതിച്ചിരിക്കുന്നത് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വീടിന്റെ പിറകുവശത്തേക്കാണ്. മുകളിലുള്ള വീടിന്റെ വീട്ടുടമസ്ഥൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു, രാവിലെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇടിഞ്ഞ് കഴിഞ്ഞ് ഇത് ഇനിയിപ്പോൾ തറയായിട്ട് ഒരു 1/2 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത്രയും നീളത്തിൽ 20 മീറ്റർ നീളമുണ്ട്. 20 മീറ്റർ നീളത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് താന്നു. അപ്പം അതിനകത്ത് കിടക്കാൻ പറ്റിയാല, വീടിന് ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ട്. മുറ്റടക്കം പോയല്ലോ, അപ്പോൾ സ്റ്റെപ്പിലേക്ക് കയറുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. അതെ, ഇനിയിപ്പോൾ ഏത് സമയത്തും ഇത് താന്നു പോകാനുള്ളൊരു ചാൻസാണ് കാണുന്നത്. അടിയന്തര ഇടപെടൽ നടത്തി അവർക്ക് ശാശ്വതമായി സമാധാനത്തോടുകൂടി അന്തിയുറങ്ങാനുള്ള ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ പ്രകൃതി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് മുൻപിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.